ദില്ലിയിൽ പോലീസ് ലാത്തിചാർജിനിടെ പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാവുന്നു. പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരോട് പ്രതികരിക്കുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡൽഹി RML ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുകയാണ്. 21 വയസ്സുകാരി സാക്ഷിയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന. വയസ്സ് അഭിനന്ദ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഭിനന്ദ, 21 വയസ്സ് മാത്രമാണ്, തലച്ചോറിനാണ് പരിക്കേറ്റുള്ളത്. ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. രാജ്യമാകെ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് സമരം ചെയ്ത് പോലീസ് പക്ഷേ അതിക്രൂരമായിട്ടാണ് നേരിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വാർത്തയെന്ന് പറയുന്ന ഈ മാതാപിതാക്കളെയൊക്കെ മാധ്യമങ്ങളോട് ശബ്ദിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അവിടെ കാര്യം കടത്തിവിടുന്നില്ല. സാക്ഷി എന്ന പേര് പോലും രജിസ്റ്ററിൽ എഴുതുന്നില്ല. അത്തരത്തിൽ തെറ്റായ വിവരങ്ങളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നു. അങ്ങനെ പല കിംവദന്തികളും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സാക്ഷി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണോ അഭിനന്ദൻ? അങ്ങനെ തന്നെയാണ് ദില്ലി RML ആശുപത്രിയിൽ നിന്ന് വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാകുന്നത്. കിംവദന്തികളെല്ലാം ഇപ്പോൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ദില്ലി RML ആശുപത്രിയിലെ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. സാക്ഷിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുകൂടി പറയുകയാണ്. വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞു. ഡോക്ടർമാരോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന് കീഴിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. വലിയ രീതിയിലുള്ള പരിക്കാണ് ഏറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ ചില വ്യാജ വാർത്തകൾ പുറത്തു വന്നു. ആ വ്യാജ വാർത്തകളെല്ലാം തെറ്റാണെന്ന് ഇന്നലെ ദില്ലി പോലീസ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിശോധിച്ച ഡോക്ടർമാരും അത് തന്നെയാണ് പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇപ്പോൾ പെൺകുട്ടി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്ന ഡോക്ടർമാരുടെ പ്രതികരണം കൂടി പുറത്തു വരികയാണ്. എന്തായാലും ദില്ലിയിൽ 20-ാം തീയതി നടന്ന CJPയുടെ പാർലമെന്റ് മാർച്ചിലാണ് സാക്ഷിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ സാക്ഷിയുടെ ആരോഗ്യനിലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ രാജ്യമെമ്പാടും ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ വ്യാജ വാർത്തകൾ വന്നു. വ്യാജ വാർത്തകളും കിംവദന്തികളും എല്ലാം തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് നിലവിൽ RML ആശുപത്രിയും മെഡിക്കൽ ബുള്ളറ്റിനും അടക്കം പറയുന്നത്. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ശ്വാസകോശമൊക്കെ ഇപ്പോൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. ബോധം തെളിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാരോട് പ്രതികരിക്കുന്നു. എന്തായാലും സാക്ഷി ആരോഗ്യനില അപകടനില തരണം ചെയ്ത് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരും. എന്തായാലും ദില്ലിയിലെ പ്രതിഷേധത്തിന് ഒരു അടയാളമായി മാറുകയാണ് സാക്ഷി. ശരി അഭിനന്ദൻ.